നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ആദ്യ ഹൈ ഓൾട്ടിറ്റ്യൂഡ് അത്ലറ്റിക് സ്റ്റേഡിയം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു. നെടുങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തത് ജില്ലയിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കുള്ള ഏക സ്റ്റേഡിയം. കായിക വികസനത്തിനായി വൻ പദ്ധതികൾ ഒരുങ്ങുകയാണെന്ന് മന്ത്രി. ഇരട്ടയാറ്റിൽ ഡാം ക്യാച്ച്മെന്റ് ഏരിയയിൽ പഞ്ചായത്തിന്റെ കയ്യേറ്റം. പഞ്ചായത്ത് 3.5 ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചത് ഇരട്ടയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശം കയ്യേറി. അതേസമയം വർഷങ്ങളായി ഉണ്ടായിരുന്ന ടാറിംഗ് റോഡ് കോൺക്രീറ്റ് ചെയ്യുകയാണ് ഉണ്ടായതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. വിളവെടുപ്പ് സീസൺ ആരംഭിച്ചപ്പോൾ കുരുമുളക് വില ഗണ്യമായി ഇടിയുന്നു. ഒരാഴ്ചക്കിടയിൽ മാത്രം കിലോഗ്രാമിന് വില കുറഞ്ഞത് 35 രൂപയിലധികം. ഗുണമേന്മ കുറഞ്ഞ കുരുമുളക് കേരളത്തിലെ കുരുമുളകുമായി കൂട്ടിക്കലർത്തി വിപണിയിൽ എത്തിക്കുന്നതാണ് വിലയിടിവിന് കാരണമെന്ന് ആക്ഷേപം. സുഹൃത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം 2.5 മാസം വനത്തിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി പിടിയിൽ. കമ്പമട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് കരുണാപുരം സ്വദേശി ആടിമാക്കൽ സന്തോഷ് എന്ന ചക്രപാണി സന്തോഷിനെ. ഇയാൾ കഴിഞ്ഞിരുന്നത് വനത്തിലെ പാറയിടുക്കിൽ താമസിച്ച് വേട്ടയാടി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ആദ്യ ഹൈ ഓൾട്ടിറ്റ്യൂഡ് അത്ലറ്റിക് സ്റ്റേഡിയം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു. ജില്ലയിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കുള്ള ഏക സ്റ്റേഡിയമാണ് നെടുങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തത്. കായിക വികസനത്തിനായി വൻ പദ്ധതികൾ ഒരുങ്ങുകയാണെന്ന് മന്ത്രി പറഞ്ഞു. കായിക താരങ്ങൾക്ക് ഹൈ ഓൾട്ടിറ്റ്യൂഡ് സാഹചര്യത്തിൽ മികച്ച പരിശീലനം ലഭ്യമാക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങളോടെയാണ് നെടുങ്കണ്ടം സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സിന്തറ്റിക് സാമഗ്രികൾ ഉപയോഗിച്ച 13.2 മില്ലിമീറ്റർ കനത്തിലാണ് 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത്. ട്രാക്കിന്റെ ആദ്യ ഭാഗത്ത് 10 ലൈനുകളുള്ള 100 മീറ്റർ ട്രാക്കും തുടർന്ന് 8 ലൈനുകളോട് കൂടിയ ട്രാക്കുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 400-100 മീറ്റർ ഓട്ട മത്സരങ്ങൾക്ക് പുറമെ ഡിസ്കസ് ത്രോ, ഹാമർ ത്രോ, ഷോട്ട് പുട്ട്, ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, പോൾ വാൾട്ട്, സ്റ്റിപ്പിൾ ചേസിംഗ്, ജാവലിൻ, ഹൈ ജമ്പ് തുടങ്ങിയ മത്സരങ്ങളും ഇവിടെ നടത്താം. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അളവിലാണ് ഫുട്ബോൾ മൈതാനം ഒരുക്കിയിരിക്കുന്നത്. ബെർമുഡ ഗ്രാസ് എന്ന പച്ചപ്പുല്ലാണ് ഗ്രൗണ്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സ്പോർട്സുമായി ബന്ധപ്പെട്ട കൂടുതൽ സൗകര്യങ്ങൾ അത് താഴെത്തട്ടിൽ നടപ്പിലാക്കാൻ പഞ്ചായത്തുകൾക്ക് ആവശ്യമായുള്ള വിഹിതം അനുവദിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അദ്ദേഹം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. അപ്പം കായിക നയം നമ്മൾ പുതുതായി കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ ദിവസമാണ് അസംബ്ലിയിൽ കേരളത്തിന്റെ കായിക നയം നമ്മൾ കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഒരു കായിക നയം കൊണ്ടുവരുന്നത്. നമ്മുടെ രാജ്യത്തിന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു കായിക നയം ഇല്ല. ഇന്ത്യ രാജ്യത്തിന് പോലും കായിക നയം ഇല്ല. പക്ഷെ കേരളം ആ കായിക നയം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 52ഓളം മേഖലകളിൽ കായിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ഗവൺമെന്റ് എടുക്കും. ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമം അത് നടപ്പിലാക്കാനുള്ള ശ്രമവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് മുന്നോടിയായി കായിക താരങ്ങൾ പങ്കെടുത്ത മാർച്ച് പാസ്റ്റിന് മന്ത്രി വി അബ്ദുറഹ്മാൻ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് 3 ദിവസങ്ങളിലായി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജില്ലാ സബ് ജൂനിയർ, ജൂനിയർ അത്ലറ്റിക് മീറ്റിന് മന്ത്രി ദീപം തെളിയിച്ചു. യോഗത്തിൽ വെച്ച് വിവിധ കായിക ഇനങ്ങളിൽ ദേശീയ, അന്തർദേശീയ മെഡലുകൾ കരസ്ഥമാക്കിയവരെയും സ്റ്റേഡിയത്തിനു വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചവരെയും ആദരിച്ചു. യോഗത്തിൽ എം എം മണി MLA അധ്യക്ഷനായിരുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. കായിക വകുപ്പ് എഞ്ചിനീയർ ബാബു രാജൻ പിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖ ത്യാഗരാജൻ, ജില്ലാ കളക്ടർ ഷീബ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ടയാറ്റിൽ ഡാം ക്യാച്ച്മെന്റ് ഏരിയയിൽ പഞ്ചായത്തിന്റെ കയ്യേറ്റം. ഇരട്ടയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശം കയ്യേറിയാണ് പഞ്ചായത്ത് 3.5 ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ നടപടി അനുമതിയില്ലാതെയാണെന്ന് KSEB അധികൃതർ വ്യക്തമാക്കി. അതേസമയം വർഷങ്ങളായി ഉണ്ടായിരുന്ന ടാറിംഗ് റോഡ് കോൺക്രീറ്റ് ചെയ്യുകയാണ് ഉണ്ടായതെന്നാണ് ഗ്രാമപഞ്ചായത്ത് നൽകുന്ന വിശദീകരണം.
ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്ന ഇരട്ടയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്താണ് കയ്യേറ്റം നടന്നത്. ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയുടെ പ്രധാന ഭാഗത്താണ് റോഡ് നിർമ്മിച്ച് പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തത്. ഉപ്പുകണ്ടം ഭാഗത്തെ JMJ റെസിഡൻഷ്യൽ നഗറിലേക്കുള്ള റോഡാണിത്. ഡാം അധീനതയിൽ വച്ചിരിക്കുന്ന KSEBയുടെ അനുമതിയോ NOCയോ പോലും ഇല്ലാതെയായിരുന്നു പഞ്ചായത്തിന്റെ നടപടി. ഒരു JMJ നഗർ റെസിഡൻഷ്യൽ നഗർ എന്ന പേരിൽ കഴിഞ്ഞ കുറേ കാലമായി സ്വകാര്യ വ്യക്തികൾ ഫ്ലോട്ട് പിരിച്ച് സ്ഥലങ്ങളൊക്കെ വിറ്റ് കുറേ ആളുകൾ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ആ റെസിഡൻഷ്യൽ ഏരിയയിലൂടെ ആണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കോൺക്രീറ്റിംഗ് നടത്തിയിട്ടുള്ളത്. കോൺക്രീറ്റിംഗ് നടത്തി എന്ന് പറയുമ്പോൾ ഇതൊരു ആളുകൾക്ക് ഗതാഗത സൗകര്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണെന്നുള്ള ലാഘവത്തോടെയാണ് ഇവിടെ പല ആളുകളും പ്രതികരിക്കുന്നത്. പക്ഷേ ഈ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ സെൻട്രലിലൂടെയാണ് ഇത്തരത്തിലൊരു അനധികൃതമായിട്ടുള്ള നിർമ്മാണം, അതും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കൗതുകകരമായൊരു കാര്യം. മാത്രമല്ല, ഈ ക്യാച്ച്മെൻറ്റ് ഏരിയ കൃത്യമായി അളന്ന് ജണ്ടയിട്ട് തിരിച്ചിട്ടുള്ളതാണ്. ആ ജണ്ടയോട് ചേർന്ന് തന്നെ സ്വകാര്യ വ്യക്തികൾ കയ്യാല കെട്ടിയിരിക്കുകയാണ്. ആ ഭാഗത്തുകൂടെ പോലും നിർമ്മിക്കാതെ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ ഒത്ത നടുക്കുകൂടി ഇത്തരത്തിൽ അനധികൃതമായി കയ്യേറ്റങ്ങൾ നടത്തിക്കൊണ്ട് അങ്ങനെ ആളുകളെ സഹായിക്കാൻ ഈ നാട്ടിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരികൾ മുന്നോട്ട് വന്നാൽ ഇവിടെ ഭൂമിയില്ലാത്ത വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം ഈ ക്യാച്ച്മെൻറ്റ് ഏരിയ കയ്യേറി കുടിൽ കെട്ടിക്കഴിഞ്ഞാൽ നമുക്കവരെ ഏതെങ്കിലും രീതിയിൽ നിരുത്സാഹപ്പെടുത്താൻ സാധിക്കത്തില്ല. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. KSEB അതിർത്തി നിർണയിച്ചിരിക്കുന്ന ജണ്ടകൾ പലതും ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ വേലിക്കുള്ളിലാണ്. ചിലർ ഇതിന് മുകളിലൂടെയാണ് മതിൽ നിർമ്മിച്ചിരിക്കുന്നത്. കയ്യേറ്റം നടന്ന പ്രദേശം KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു. കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന് എഞ്ചിനീയർ വ്യക്തമാക്കി. ഇത് പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാനിത് വന്ന് കണ്ട് ഇതിനെതിരെ നമ്മൾ നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യും, സെക്രട്ടറിയോട് പറയും, സെക്രട്ടറിക്ക് ലെറ്റർ അയക്കും ഇത് പൊളിച്ച് മാറ്റണം എന്ന്. അത് നടപടി ഉണ്ടായില്ലെങ്കിൽ അതിനടുത്ത ലെവലിലേക്ക് പോകും. KSEBയുടെ അനുമതി കൂടാതെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിനുള്ള നടപടികൾ നമ്മുടെ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ജണ്ട വെച്ചിട്ട് നമ്മുടെ KSEBയുടെ ലാൻഡ് ഡിമാർക്കേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ ജില്ലാ കളക്ടർക്കും തഹസീൽദാർക്കും ഇനി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇരട്ടയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ പലയിടത്തും സമാന രീതിയിൽ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. പല സ്ഥലങ്ങളിലും ജണ്ടകളടക്കം അപ്രത്യക്ഷമായ സാഹചര്യത്തിൽ ഡാമിന്റെ അതിർത്തികൾ വീണ്ടും അളന്നു തിട്ടപ്പെടുത്താനുള്ള നീക്കത്തിലാണ് KSEB. വിളവെടുപ്പ് സീസൺ ആരംഭിച്ചപ്പോൾ കുരുമുളക് വില ഗണ്യമായി ഇടിഞ്ഞു. ഒരാഴ്ചക്കിടയിൽ മാത്രം കിലോഗ്രാമിന് 35 രൂപയിലധികമാണ് വില കുറഞ്ഞത്. ഗുണമേന്മ കുറഞ്ഞ കുരുമുളക് കേരളത്തിലെ കുരുമുളകുമായി കൂട്ടിക്കലർത്തി വിപണിയിൽ എത്തിക്കുന്നതാണ് വിലയിടിവിന് കാരണമെന്നാണ് ആക്ഷേപം. നിലവിൽ 1 കിലോഗ്രാം കുരുമുളകിന് പ്രാദേശിക വിപണിയിൽ വില ലഭിക്കുന്നത് 556 രൂപ വരെയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് 650 രൂപയോളം വില ലഭിച്ചിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 35 രൂപയിലധികം കുറഞ്ഞു. ഇടുക്കിയിൽ ഉൾപ്പെടെ പ്രധാന കുരുമുളക് ഉൽപാദന മേഖലകളിൽ കുരുമുളക് സീസൺ ആരംഭിച്ചപ്പോഴാണ് വില ഗണ്യമായി ഇടിഞ്ഞത്. മറ്റ് കുരുമുളക് ഉൽപാദക രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവ കേരളത്തിലെ കുരുമുളകുമായി കൂട്ടിക്കലർത്തുന്നതാണ് വിലയിടിവിന് കാരണമെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം. കാർഷിക മേഖലയിൽ കുരുമുളകിൻ്റെ വിളവെടുപ്പ് സീസണാണിപ്പോൾ. കുരുമുളക് വിളവെടുത്ത് സംസ്കരിച്ച് വന്നപ്പോഴത്തേക്കും കുരുമുളകിന് നിത്യേന വൻ വിലയിടിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക മാർക്കറ്റിൽ കുരുമുളകിൻ്റെ ലഭ്യത പറഞ്ഞാണ് ഇപ്പോൾ കേരളത്തിലെ കുരുമുളകിന് വിലയിടിക്കുവാൻ ഉള്ള ശ്രമം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്രസീൽ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുരുമുളക് ഇന്ത്യയിലെത്തിച്ച് കേരളത്തിലെ ഗുണമേന്മ കൂടിയ കുരുമുളകുമായി കൂട്ടിക്കലർത്തി ഇന്ത്യൻ കുരുമുളകിൻ്റെ വിലയിടിക്കുകയും അതുവഴി ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തന്നെ തകർക്കുകയുമാണ് ഒരു കൂട്ടർ ചെയ്യുന്നത്. വിളവെടുപ്പിന് 800 മുതൽ 850 രൂപ വരെയാണ് കൂലി. നിലവിലെ വിലയുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് കൂലി പോലും നൽകാനാവാത്ത സാഹചര്യമാണുള്ളത്. കാലാവസ്ഥാ വ്യതിയാനവും വിവിധ രോഗങ്ങളും ഇത്തവണത്തെ വിളവിലും ഗണ്യമായ കുറവ് വരുത്തിയിരുന്നു. കുരുമുളക് കൂടുതലായി വിപണിയിലേക്ക് എത്തുന്ന ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വില വീണ്ടും ഇടിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. സുഹൃത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം 2.5 മാസം വനത്തിനൊളിവിൽ കഴിഞ്ഞ പ്രതിപിടിയിൽ. കരുണാപുരം സ്വദേശി ആടിമാക്കൽ സന്തോഷ് എന്ന ചക്രപാണി സന്തോഷിനെയാണ് കമ്പംമെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വനത്തിലെ പാറയിടുക്കിൽ താമസിച്ച് വേട്ടയാടിയാണ് ഇയാൾ കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ നവംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം. സന്തോഷും സുഹൃത്തായ മനുവും ചേർന്ന് മറ്റൊരു സുഹൃത്തിനെ ആക്രമിക്കുകയായിരുന്നു. ഇയാളുടെ തലയ്ക്കാണ് പരിക്കേറ്റത്.
സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സന്തോഷ് തമിഴ്നാട് കിഴക്കേപ്പട്ടി വനമേഖലയിലാണ് കഴിഞ്ഞിരുന്നത്. വേട്ടയാടി പിടിക്കുന്ന ചെറുമൃഗങ്ങളും പഴങ്ങളുമായിരുന്നു ഭക്ഷണം. മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് ഇയാൾ വനമേഖലയിലുണ്ടെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇയാൾ മൊബൈൽ ഉപയോഗിക്കാത്തതും വനത്തിലെ താമസവും പോലീസിന് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. അറസ്റ്റിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എല്ലാ വീടുകളിലും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ കമ്പിളികണ്ടം കുരിശുകുത്തി ഇഞ്ചത്തൊട്ടി റോഡിന്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് 50 ലക്ഷം രൂപ കൂടി അനുവദിക്കുന്നതായും മന്ത്രി പറഞ്ഞു. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എല്ലാ വീടുകളിലും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വെള്ളം എത്തിക്കുന്ന പൊന്മണി ഡാമിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഡാമിൽ നിന്ന് വെള്ളം എത്തിച്ച് ട്രീറ്റ് ചെയ്ത് മഴയത്തും വെയിലത്തും വീട്ടിൽ സുലഭമായി വെള്ളം കിട്ടുന്ന പദ്ധതിയും കൂടി നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ഇക്കാര്യങ്ങളിലെല്ലാം സഹകരണം ഉറപ്പുവരുത്തി എക്കാലത്തും സഹായിച്ചിട്ടുള്ള നല്ലവരായ ജനങ്ങളോട് നന്ദി പറയുന്നു. റോഡ് നിർമ്മാണത്തിൽ പ്രദേശവാസികളുടെ സഹകരണത്തെ അദ്ദേഹം പ്രത്യേകം അനുമോദിച്ചു. പരിപാടിയിൽ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മൽക്ക, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി ജോർജ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ, കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് അംഗം TK കൃഷ്ണൻകുട്ടി, കേരള ഹൗസിംഗ് ബോർഡ് മെമ്പർ ഷാജി കഞ്ഞമല, മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച വ്യാപാരി വ്യവസായി സമിതി ഫെബ്രുവരി 6-ാം തീയതി കട്ടപ്പന നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV ബൈജു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും. വഴിയോര കച്ചവട നിയന്ത്രണ നിയമം നടപ്പിലാക്കുക, മാലിന്യമില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ യൂസർ ഫീ ഒഴിവാക്കുക, വ്യാപാര ലൈസൻസിന് വേസ്റ്റ് ബിന്നും ഹരിതകർമ്മസേന രജിസ്ട്രേഷനും നിർബന്ധമാക്കിയ ഉത്തരവ് പിൻവലിക്കുക, വികസന ആവശ്യങ്ങൾക്ക് ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുക, GSTയിൽ നിലനിൽക്കുന്ന അപാകതകൾ പരിഹരിക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നത്. വ്യാപാര മേഖലയുടെ നിലനിൽപ്പ് ഓൺലൈൻ വ്യാപാരവും വലിയ സൂപ്പർമാർക്കറ്റുകളുടെയും കടന്നുവരവോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വ്യാപാരികളെയും വ്യാപാര സമൂഹത്തെയും ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്നും അധികാരികൾ പിന്മാറണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ 14 ജില്ലകളിലും വ്യാപാരി വ്യവസായി സമിതി സമരം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എല്ലാവർക്കും അറിയാം, വ്യാപാര മേഖല ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. 2018-ലെയും 2019-ലെയും 2 മഹാപ്രളയങ്ങളും അതിനെ തുടർന്ന് വന്ന കോവിഡ് മഹാമാരി ഇന്ന് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിച്ചത് വ്യാപാര മേഖലയാണ്. ഏറ്റവും കൂടുതൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വന്നതും വ്യാപാര മേഖലയാണ്. അങ്ങനെ 100 കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ ജില്ലയിലും സംസ്ഥാനത്തും അടഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ മറ്റൊരു മാർഗവുമില്ലാതെ, ഉപജീവനത്തിന് മറ്റൊരു മാർഗവുമില്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പല വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ട് തുറന്നു വെച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ വ്യാപാര സമൂഹത്തെ, വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലയിൽ എടുത്തിരിക്കുന്ന ഈ പുതിയ ഉത്തരവുകൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് കേരള വ്യാപാരി വ്യവസായി സമിതി മുന്നോട്ട് വന്നിരിക്കുന്നത്. ജില്ലയിലെ സമരപരിപാടിയിൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് റോജി പോൾ അധ്യക്ഷത വഹിക്കും. നേതാക്കളായ സാജൻ കുന്നേൽ, നൌഷാദ് ആലുമുട്ടിൽ, ധനീഷ് കുമാർ, ജോസ് പുലിക്കോടൻ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ, ജില്ലാ ട്രഷറർ നൌഷാദ് ആലുമുട്ടിൽ, ജോസ് പുലിക്കോടൻ, VA അൻസാരി, മജീഷ് ജേക്കബ്, ലൂയിസ് വേഴമ്പത്തോട്ടം, VA കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു. 2 വർഷത്തെ പരിശീലനം പൂർത്തീകരിച്ച വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നടന്നു. പീരുമേട് MLA വാഴൂർ സോമൻ സല്യൂട്ട് സ്വീകരിച്ച് സന്ദേശം നൽകി. ജാഗരൂകവും സമാധാനപൂർണവും കർത്തവ്യ നിരതരുമായ ഒരു സമൂഹത്തിനാവശ്യമായ അച്ചടക്കത്തോടെയും സേവന സന്നദ്ധതയോടെയും പ്രവർത്തിക്കുന്ന സേനയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ സ്കൂളുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നടന്നത്. SPCയുടെ പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം പതാക ഉയർത്തിയതോടെ ആരംഭിച്ച പാസിംഗ് ഔട്ട് പരേഡിൽ പീരുമേട് MLA വാഴൂർ സോമൻ സല്യൂട്ട് സ്വീകരിച്ചു. അഭിമാനം തുളുമ്പുന്ന മിഴികളുമായി തികഞ്ഞ അച്ചടക്കത്തോടെ തലയെടുപ്പുള്ള ഗജകേസരികളെ പോലെ അണിനിരന്നു നിൽക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളെ
വിശിഷ്ടാതിഥി ഇൻസ്പെക്ട് ചെയ്ത് കടന്നു പോകുന്ന മനോഹരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദിച്ചുയരുന്ന സൂര്യന്റെ കിരണങ്ങൾ ഈ കുഞ്ഞുമുഖങ്ങളെ പ്രകാശപൂരിതമാക്കുന്നു. തുടർന്ന് MLA കുട്ടികൾക്ക് സന്ദേശം നൽകി. അച്ചടക്കം നിലനിർത്തുവാനും എല്ലാം ഉതകുന്ന വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചത് എന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുക. മുൻ പക്ഷങ്ങളെക്കാളെല്ലാം ഉപരി കൂടുതൽ ഉത്സാഹത്തോടെ, കൂടുതൽ താല്പര്യത്തോടെ, കൂടുതൽ അച്ചടക്കത്തോടെ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ മുന്നോട്ട് വന്ന സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിന്റെ നേതൃത്വം നൽകുന്ന ജില്ലയിലെ പോലീസ് ഓഫീസർമാരെയും അതേപോലെ തന്നെ അധ്യാപക സുഹൃത്തുക്കളെയും ഏവരെയും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് കാഡറ്റുകളെയും മുക്തകണ്ഠം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P മാലതി, വൈസ് പ്രസിഡന്റ് R സെൽവത്തായി, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ, പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. പരിശീലനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളെ പീരുമേട് DYSP വിശാൽ ജോൺസൺ, വണ്ടിപ്പെരിയാർ SHO K ഹേമന്ത്, പീരുമേട് SHO VC വിഷ്ണുകുമാർ എന്നിവർ മൊമെന്റോകൾ നൽകി അനുമോദിച്ചു. മജ്ജയിലും രക്തത്തിലും അർബുദം ബാധിച്ച 10 വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാൻ നാട് കൈകോർക്കുന്നു. കാഞ്ചിയാർ വെങ്ങാലൂർക്കട സ്വദേശികളായ ജോബിറ്റ് ശ്രീജ ദമ്പതികളുടെ മകനായ 10 വയസ്സുകാരൻ ജസ്പിൻ തിരുവനന്തപുരം RCCയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഇൻഫെക്ഷൻ ബാധിച്ച് അത്യാസന്ന നിലയിലായ കുട്ടിയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ 45 ലക്ഷം രൂപയോളം ആവശ്യമാണ്. ചെറുപ്പം മുതൽ ജസ്ബിന് തലകറക്കം ഉണ്ടാകുമായിരുന്നു. തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് മജ്ജയിലും രക്തത്തിലും അർബുദം സ്ഥിരീകരിച്ചത്. തുടർന്ന് തിരുവനന്തപുരം RCCയിൽ ചികിത്സ തേടി. 1 മാസം മുമ്പ് മജ്ജയിൽ ഇൻഫെക്ഷൻ ഉണ്ടായി. ജീവൻ രക്ഷിക്കാൻ മജ്ജ മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ല. ഇതിന് 45 ലക്ഷം രൂപയോളം ചിലവ് വരും. കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾക്ക് ചികിത്സിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ഇതുവരെ നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായം കൊണ്ടാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ നാടൊന്നാകെ ഇതോടെ കൈകോർക്കുകയാണ്. ഇതിനായുള്ള ആലോചനാ യോഗം ചേരുകയും ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകുകയും ചെയ്തു. കമ്മിറ്റിയുടെ ചെയർമാനായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, കൺവീനറായി വൈസ് പ്രസിഡന്റ് സാലി ചോളി, ട്രഷററായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി അനീഷ്, രക്ഷാധികാരിയായി കൽത്തൊട്ടി ഹോളി ഫാമിലി ഇടവക വികാരി ഫാദർ ജിനോ വാഴയിൽ എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മുടെ കാര്യം പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ എപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അവരെ കണ്ടെത്തി ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ നമ്മളൊരു ചാലകശക്തിയായി നിന്നാൽ മാത്രം മതി. ബാക്കി മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ നമ്മുടെ ഇതുപോലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ബന്ധങ്ങളും നമ്മുടെ എല്ലാ മാറ്റവും പ്രയോഗിച്ചുകൊണ്ട് തന്നെ അവരെ നമുക്ക് ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ സഹായം ലഭിക്കുന്ന നടപടികൾ നമുക്ക് എല്ലാവർക്കും കൂട്ടായി ശ്രമിക്കാം. പുതുതായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ധനസഹായം സ്വീകരിക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. യോഗത്തിൽ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കുമളിക്ക് സമീപം 66-ാം മൈലിൽ ബൈക്കും ബൊലേറോയും കൂട്ടിയിടിച്ച അപകടത്തിൽ വണ്ടിപ്പെരിയാർ നല്ലതമ്പി കോളനി സ്വദേശി ആസിത്തിന് ഗുരുതര പരിക്കേറ്റു. ഇയാളെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുമളി 66-ാം മൈൽ വില്ലേജ് ഓഫീസിന് സമീപമാണ് ബൈക്കും ബൊലേറോയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കുമളിയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ബൊലേറോ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബൈക്കിൽ ഇടിച്ചത്. അപകടത്തിൽ വണ്ടിപ്പെരിയാർ നല്ലതമ്പി കോളനി സ്വദേശി അസിത്തിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം അവിടെ നിന്നും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ തലക്കേറ്റ ക്ഷതം ഗുരുതരമായതിനാൽ തേനി മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. കുമളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നാട്ടുകാരാണ് അസിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചത്. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് മരുതുംപേട്ട ശാന്തിപാലം റോഡിൽ ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി വശങ്ങൾ കുത്തിപ്പൊളിച്ചിട്ട് മടങ്ങുന്നതിൽ പ്രതിഷേധം ശക്തം. പൈപ്പുകൾ ഇടാൻ പൊളിച്ചിട്ട ഭാഗങ്ങൾ എന്ന് പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ബന്ധപ്പെട്ടവർ നൽകാത്തതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണം.
ചപ്പാത്ത് മരുതുംപേട്ട ശാന്തിപ്പാലം റോഡിൽ ജൽജീവൻ മിഷന്റെ ഭാഗമായി റോഡരികിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച പൈപ്പിടുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ നാളിൽ നവീകരണം പൂർത്തിയായ റോഡിന്റെ വശങ്ങളിലെ ഐറിഷോടെ നിർമ്മിച്ചിരിക്കുന്ന ഭാഗത്തെ കോൺക്രീറ്റുകൾ അടക്കമാണ് കുത്തിപ്പൊളിക്കുന്നത്. നിലവിൽ ഈ റോഡിന്റെ പകുതി ഭാഗത്തോളം ഇത്തരത്തിൽ പൈപ്പുകൾ ഇട്ടുപോയെങ്കിലും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പ്രവൃത്തികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണം. കുത്തിപ്പൊളിച്ച റോഡിന്റെ ഭാഗങ്ങൾ എന്ന് പുനർനിർമ്മിക്കുമെന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെ ഉറപ്പ് നൽകിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇപ്പോൾ ഈ പദ്ധതി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇതെന്ന് തീരും, എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കും അറിയത്തില്ല. ഇപ്പോൾ ചപ്പാത്തി ഈ സിമെന്റ് പാലം തുടങ്ങുന്നത് ഈ മരുന്നുപേട്ട വരെയാണെന്നാണ് പറയുന്നത്. ഇത് എവിടെ നിന്ന് തുടങ്ങുന്ന അറിയത്തില്ല. സാധാരണ ഒരു വർക്കിൽ തുടങ്ങുന്ന ഏത് വർക്കാണെന്നും ഞാൻ കണ്ടേക്കുന്നതും എൻ്റെ അറിവും. ഇപ്പം കുടിവെള്ള പദ്ധതിയാണെങ്കിൽ ആ ടാങ്കിൻ്റെ അവിടെ തുടങ്ങണം, അങ്ങനെ തുടങ്ങി വരേണ്ടത്. ഇപ്പോൾ ഒരിടത്തുമല്ല കണ്ടീഷൻ നിൽക്കുന്നത്. ഇതെന്ത് വർക്കാണ്, ആരെ ബോധിപ്പിക്കാനാണ്, ഈ ബില്ല് ആര് കൊടുക്കും, ഇത് ആരുടെ കാശാണ്? ഇതെല്ലാം എൻ്റെ കണക്കൂട്ട് ശരിയാണെങ്കിൽ ഇതിപ്പം ഫെബ്രുവരി ആയി, മാർച്ചിൽ ബില്ല് പറയാൻ വേണ്ടിയാണ്. ഒരാടി താന്നുണ്ട് പൈപ്പ്. ഈ ആട് താന്ന് പോകുന്ന പൈപ്പ് ഹൗസ് കണക്ഷൻ ആണെങ്കിൽ ഇവിടെ എല്ലാം മുറിക്കണം, ഇവിടെ റോഡെല്ലാം മുറിക്കണം. ഇതൊന്നും ചെയ്യുന്നില്ല. ആരെ ബോധിപ്പിക്കാൻ അറിയത്തില്ല. ഏത് സർക്കാരും ആയിക്കോട്ടെ, ഈ പൈസ എങ്ങനെ ഉണ്ടാകുന്നത് ഒരു പ്രയോജനം വേണ്ടേ? ഇത് അവർ പറയുന്നത് ഒന്നും അറിയത്തില്ല, അവർക്കൊന്നും അറിയത്തില്ല. 20 വർഷം കഴിഞ്ഞാണോ ശരിയാണെന്ന് അറിയത്തില്ല. അതുവരെ ഈ പൊടി നിന്ന് വേണം ഇവിടെ കഴിയാൻ. റോഡിന്റെ വശങ്ങൾ പൊളിച്ചിട്ട ഭാഗത്ത് വലിയ രീതിയിലുള്ള പൊടിശല്യവും രൂക്ഷമാണ്. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും റോഡിന്റെ പൊളിച്ചിട്ട ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. JCI കട്ടപ്പന ടൗണിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് രോഗികൾക്കായി പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. ശുദ്ധി എന്ന പേരിൽ രോഗികളുടെ പരിചരണമാണ് പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. 250 രോഗികൾക്കായി 3 ലക്ഷം രൂപ പദ്ധതി വഴി സ്വരൂപിച്ച് നൽകുന്നതിനാണ് JCI ഒരുങ്ങുന്നത്. സെന്റ് ജോൺസ് ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക. ഇതിന്റെ ഉദ്ഘാടനം JCI ഇന്ത്യ സോൺ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് TR നിർവഹിച്ചു. ആശുപത്രി ഡയറക്ടർ ബൈജു വാലുപറമ്പലിന് 10 രോഗികളുടെ ഡയാലിസിസിന് ആവശ്യമായ തുക കൈമാറിയാണ് ഉദ്ഘാടനം നടന്നത്. ആഘോഷ പരിപാടികൾ നടത്തിയും ഗെറ്റ് ടുഗദറുകൾ നടത്തിയും മാത്രം പോകാവുന്ന ഒരു യൂത്താണ്. തങ്ങളുടെ വരുമാനത്തിന്റെ നോക്കിയാൽ അറിയാം, എല്ലാവരും ചെറുപ്പക്കാരാണ്. കരിയറിന്റെ ബഡ്ഡിംഗ് സ്റ്റേജിൽ തങ്ങളുടെ കയ്യിൽ നിന്ന് പണം മാറ്റിവെച്ച് ഏകദേശം 3 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് ആണെന്നാണ് ഞാൻ അറിയുന്നത്. അതിന്റെ സ്പോൺസേഴ്സിനെ കണ്ടെത്തിയിട്ടല്ല, ആരെങ്കിലും തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടല്ല, തങ്ങളുടെ വരുമാനത്തിൽ നിന്ന് പണം മാറ്റിവെച്ചുകൊണ്ട് ഈ പദ്ധതി ആരംഭിക്കുന്നത്. എത്ര അഭിനന്ദിച്ചാലും വാക്കുകൾ തികയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇത്തരം ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കുന്നത് വലിയൊരു ധന്യമായ നിമിഷമായിട്ട് തന്നെ കരുതുകയാണ്. കട്ടപ്പന ടൗണിലെ എല്ലാ അംഗങ്ങളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ തോമസ്, JCI കട്ടപ്പന ടൗൺ പ്രസിഡന്റ് ആദർശ് കുര്യൻ, ജോജോ കുമ്പളന്താനം, അമൽ ജോളി സെബാസ്റ്റ്യൻ, അലൻ വിൻസെന്റ്, ഡെന്നിസ് സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. സോണി കറുകപ്പള്ളിയിൽ, അമൽ ജോളി സെബാസ്റ്റ്യൻ എന്നിവരാണ് പദ്ധതിയുടെ കൺവീനർമാർ. വണ്ടിപ്പെരിയാർ മസ്ജിദുന്നൂർ മുസ്ലിം ജമാഅത്തിന്റെ 2023-24 വർഷത്തെ പൊതുയോഗം നടന്നു. ജമാഅത്ത് മദ്രസ ഹാളിൽ നടന്ന യോഗം ട്രഷറർ MM ജലാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് പ്രസിഡന്റ് TH തമ്പിറാവുത്തർ അധ്യക്ഷത വഹിച്ച യോഗം ട്രഷറർ MM ജലാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി നൌഷാദ് വാരിക്കാട് വിഷയാവതരണം നടത്തി. KP അബ്ദുൾ റഹീം, KA റഹ്നാസ്, കാജ മൈദീൻ, ഗഫാർ ഖാൻ ഗാന്ധി എന്നിവർ സംസാരിച്ചു. ജമാഅത്തിന്റെയും അംഗങ്ങളുടെയും സമഗ്ര പുരോഗതിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ ആലടി ചെന്നിനായ്ക്കൻകുടി റോഡിന് ശാപമോക്ഷം. മേരികുളത്ത് നിന്നും ചപ്പാത്തിലേക്കുള്ള ബൈ റോഡായി അടക്കം ഉപയോഗിക്കുന്ന പാത നാളുകളായി ശോചനീയാവസ്ഥയിലായിരുന്നു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് മെയിൻ്റനൻസ് ഗ്രാന്റ് ഫണ്ടിൽ നിന്നും 19 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാതയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ബൈ റോഡാണ് ആലടി ചെന്നിനായ്ക്കൻകുടി റോഡ്. മേരികുളത്തു നിന്നും ആലടി വഴി ചപ്പാത്തിലേക്ക് എളുപ്പമാർഗത്തിൽ പോകാവുന്ന പാത നാളുകളായി തകർന്നു കിടക്കുകയായിരുന്നു. നിരവധിയായ കുടുംബങ്ങൾക്ക് ഏക ആശ്രയമായിരുന്നു ഈ പാത. ഒപ്പം അയ്യപ്പൻകോവിൽ സർക്കാർ ആശുപത്രിയിലേക്കും കുരിശുമല കുടിവെള്ള പദ്ധതിയിലേക്കും ഈ പാതയിലൂടെ വേണം യാത്ര ചെയ്യാൻ. കൂടാതെ മലയോര ഹൈവേ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ വാഹനയാത്രികർ മേരികുളത്തു നിന്നും ഈ പാതയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പാതയിലുടനീളം ഗർത്തങ്ങൾ രൂപപ്പെട്ടത് വാഹനയാത്രികർക്ക് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ നിരവധി തവണ മാധ്യമ വാർത്തയാവുകയും ചെയ്തു. തുടർന്നാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് മെയിൻ്റനൻസ് ഗ്രാന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി 19 ലക്ഷം രൂപ അറ്റകുറ്റപ്പണിക്കായി വകയിരുത്തിയത്. ഒപ്പം 30 ലക്ഷം രൂപ കൂടി അനുവദിച്ച് പാത ഐറിഷ് ഓടിയോടുകൂടി നവീകരിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മനു കെ ജോൺ പറഞ്ഞു. 10 വർഷം മുമ്പ് PMGSY പദ്ധതി പ്രകാരം നിർമ്മിച്ച റോഡാണ്.
ആൽഡി ചെന്നിനായ്ക്കൻകുടി റോഡ്. ഇത് കുറച്ചു കാലമായിട്ട് വളരെ മോശം അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻഡ് 19 ലക്ഷം രൂപ വെച്ച് നമ്മൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം പുതിയതായി 30 ലക്ഷം രൂപയും കൂടെ ഈ റോഡിന് വേണ്ടി തന്നെ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 19, 30, 49 ലക്ഷം രൂപ കൊണ്ടുവരുമ്പോൾ ഈ റോഡ് പൂർണ്ണതോതിൽ വളരെ നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമായി തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 230 മീറ്റർ ദൈർഘ്യത്തിലാണ് ടാറിംഗ് പണികൾ നടക്കുന്നത്. മുൻപ് ഏതാനും സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് പണികളടക്കം നടത്തിയിരുന്നു. കാലതാമസം കൂടാതെ 30 ലക്ഷം രൂപയുടെ പണികൾ കൂടി നടത്തിയാൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകും. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്ത ബീന ടോമിക്ക് സ്വീകരണം നൽകി നഗരസഭാ കൗൺസിലർ സിജു ചക്കുമൂട്ടിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന കൊച്ചുതോവാള എസ്.എൻ. ജംഗ്ഷനിൽ നിന്നും പൗരസമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച പ്രകടനമായാണ് ചെയർപേഴ്സന്റെ വീട്ടിലെത്തിയത്. പ്രദേശവാസികളായ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. എനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണെന്ന് മാത്രമേ പറയുള്ളൂ. കാരണം ഞാൻ ആർക്കൊന്നും ചെയ്ത് എനിക്കറിയില്ല. ചേട്ടൻ പറഞ്ഞു എങ്കിൽ പോലും അത് ഞാൻ എൻ്റെ കടമയായിട്ട് മാത്രമാണ് ചെയ്തത്. ദൈവം തന്നതാണ്, ദൈവമായിട്ട് മാത്രം എനിക്ക് തന്നതാണ്. പക്ഷെ ഒന്നും എനിക്ക് പറയാനില്ല. ടി.എം. മനീഷ് അധ്യക്ഷനായിരുന്നു. പി.കെ. മാണി, N.A. തോമസ്, സാജൻ കൊച്ചുകുടിയിൽ, പൊന്നപ്പൻ അഞ്ചപ്ര, ജെൽസൺ ജോസ്, പൗലോസ് കൊച്ചുപുരയ്ക്കൽ, അനൂജ് ബാബു, ഷാജി ആലിലേത്ത്, ഗിരീഷ് മാലിൽ എന്നിവർ സംസാരിച്ചു. കട്ടപ്പന ദീപ്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 53ാമത് വാർഷിക ആഘോഷം നടന്നു. കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ചർച്ച് വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് വാർഷിക ആഘോഷം സംഘടിപ്പിച്ചത്. കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഭൗതികമായ വിദ്യാഭ്യാസവും സാഹചര്യവും ഒരുക്കുന്നതോടൊപ്പം മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകണം. നാളത്തെ സമൂഹത്തിന് പ്രയോജനപ്രദമായ കുട്ടികളായി ഇവരെ വളർത്തണമെന്നും ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ പറഞ്ഞു. ദൈവത്തിന് ജീവിതത്തിൽ 1ാം സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നു. മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം, ആദരിക്കണമെന്നും സമൂഹത്തിന്റെ വിവിധ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ സ്ഥലത്തും എങ്ങനെയൊക്കെ പെരുമാറണമെന്നുമൊക്കെ ആ മാതാപിതാക്കന്മാർക്ക് ആ കുട്ടികൾക്ക് വ്യക്തമായ ദിശാബോധം നൽകി പറഞ്ഞു വിടുന്നതും ഞാൻ കാണുകയുണ്ടായി. ഇതെന്നെ വല്ലാതെ സ്പർശിച്ചു. കാരണം ഈ കാലഘട്ടത്തിന് ആവശ്യം വേണ്ടത് അത് തന്നെയാണ്. ഭൗതികമായിട്ടുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും കൊടുക്കുന്നതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ, അവരെ നാളത്തെ സമൂഹത്തിന് പ്രയോജനപ്രദമായ വ്യക്തിത്വങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയണം. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഡിജിറ്റൽ രീതിയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചത് വ്യത്യസ്ത അനുഭവമായി. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ജോസിറ്റ് അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ സിസ്റ്റർ ലില്ലി തെരേസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ മേരി അഗസ്റ്റിൻ, കട്ടപ്പന ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു, നഗരസഭാ വാർഡ് കൗൺസിലർ സോണിയ JB, PTA പ്രസിഡന്റ് ജോഷി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന കുട്ടികളുടെ കലാപരിപാടികൾ ഏറെ വ്യത്യസ്തമായിരുന്നു. കാഞ്ചിയാർ തൊപ്പിപ്പാള SN ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 30ാമത് വാർഷികാഘോഷം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹൈടെക് ആക്കാൻ സർക്കാർ 1000 കോടി രൂപയാണ് ചിലവിടുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും ചിട്ടയോടെ കാര്യങ്ങൾ നടത്തുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. SN സ്കൂളിന് സർക്കാർ അംഗീകാരം ലഭിക്കാൻ ശ്രമിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല ഇത്രയും ചിട്ടയോടെ നടത്തിക്കൊണ്ടുപോയ ഒരു സാഹചര്യവും സമയവും ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കേരളത്തിൽ ഗവൺമെന്റ് സാധാരണക്കാരന്റെ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി 1000 കോടി രൂപയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടിമുടി നവീകരിക്കുന്നതിനും പുതിയ ലാബുകൾ നിർമ്മിക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുതുക്കിപ്പണിയുന്നതിനും വേണ്ടി കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ 1000 കോടി രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തിയും ആഴവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. തൊപ്പിപ്പാള SN സ്കൂളിലെ വാർഷികാഘോഷം വ്യത്യസ്ത അനുഭവം പകരുന്നതായിരുന്നു. കുരുന്നുകളുടെ കലാപരിപാടികൾ ഏതൊരാളെയും ആനന്ദിപ്പിക്കുന്നതായി മാറി.
പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒട്ടും പിന്നിലല്ല തങ്ങളെന്ന് തെളിയിക്കുന്നതായിരുന്നു കുട്ടികളുടെ പ്രകടനങ്ങൾ. ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ചു. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ അധ്യക്ഷനായിരുന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ KS ബിജു, പ്രിൻസിപ്പൽ AV ആന്റണി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, PTA പ്രസിഡന്റ് NV രാജു, VV ഷാജി, പ്രിയ ബിജു, പാർവണ അഭിലാഷ് എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അസിസ്റ്റന്റ് എൻക്വയറി കമ്മീഷണറുമായ അപർണ സലീമിനെ ചടങ്ങിൽ ആദരിച്ചു. കാഞ്ചിയാർ ലബക്കട GP ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തരംഗ് 2024 എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക അഖില ആനന്ദ് നിർവഹിച്ചു. കോളേജ് മാനേജർ ഫാദർ എബ്രഹാം പാനിക്കുളങ്ങര CST അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ മുഖ്യ സന്ദേശം നൽകി. വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് ചക്കാളിയിൽ CST, ബിർസാർ ഫാദർ ജോബിൻ പേനാട്ടുകുന്നിൽ CST എന്നിവർ സംസാരിച്ചു. കോളേജ് യൂണിയൻ അഡ്വൈസർ അഖിൽ കുമാർ M, ആർട്സ് ക്ലബ് സെക്രട്ടറി നിതീഷ് കുമാർ P എന്നിവർ നേതൃത്വം നൽകി. അഖിലേന്ത്യാ ടീച്ചേഴ്സ് ഫെഡറേഷൻ കേരള ഘടകം ഏർപ്പെടുത്തിയ ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് ഉപ്പുതറ സെന്റ് ഫിലോമിന സ്കൂൾ അധ്യാപിക ലാലി സെബാസ്റ്റ്യൻ അർഹയായി. സംസ്ഥാനത്തെ 25 അധ്യാപകർക്കാണ് പുരസ്കാരം ലഭിച്ചത്. അധ്യാപനത്തോടൊപ്പം സാമൂഹിക മേഖലകളിലെ സംഭാവന മാനിച്ചാണ് ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നത്. തൊടുപുഴ ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പുരസ്കാരം സമ്മാനിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മൂന്നാറുകാരുടെ പ്രിയങ്കരനായ കാട്ടുകൊമ്പൻ പടയപ്പയോടുള്ള ആരാധന മൂത്ത് പുതുതായി തുടങ്ങിയ സ്ഥാപനത്തിന് പടയപ്പയുടെ പേര് നൽകിയ യുവാക്കൾ. മാർക്കറ്റിൽ പുതിയതായി പ്രവർത്തനം ആരംഭിച്ച സൂപ്പർ മാർക്കറ്റിനാണ് പടയപ്പ സൂപ്പർ മാർക്കറ്റ് എന്ന പേര് നൽകിയിരിക്കുന്നത്. ജനവാസ മേഖലയിലെ സ്ഥിര സാന്നിധ്യമാണെങ്കിലും കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറുകാർക്ക് പ്രിയപ്പെട്ടവനാണ്. ഇപ്പോഴിതാ കാട്ടുകൊമ്പൻ പടയപ്പയോടുള്ള ആരാധന മൂത്ത് പുതുതായി തുടങ്ങിയ സ്ഥാപനത്തിന് പടയപ്പയുടെ പേര് നൽകിയിരിക്കുകയാണ് മൂന്നാറിലെ യുവ സംരംഭകർ. മാർക്കറ്റിൽ പുതിയതായി പ്രവർത്തനം ആരംഭിച്ച സൂപ്പർ മാർക്കറ്റിനാണ് പടയപ്പ സൂപ്പർ മാർക്കറ്റ് എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇക്കാനഗർ സ്വദേശി A രമേശിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. പതിറ്റാണ്ടുകളായി പിതാവ് AM സ്റ്റോഴ്സ് എന്ന പേരിൽ പലചരക്ക് കട നടത്തിവരികയായിരുന്നു. അടുത്ത കാലത്ത് രമേശ് കടയുടെ സാരഥ്യം ഏറ്റെടുത്തതോടെ സുഹൃത്തുക്കളായ പ്രദീപ്, വിജയ്കുമാർ, രമേശ് കുമാർ എന്നിവരെ പങ്കാളികളാക്കി കട പുതുക്കിപ്പണിതു. ഇതോടെയാണ് സുഹൃത്തുക്കൾ 4 പേരും ചേർന്ന് കടയുടെ പേര് മാറ്റാൻ തീരുമാനിച്ചത്. படையப்பா சூப்பர் மார்க்கெட் என்கிற ஒரு கடையை தொடங்கணும். இந்த படையப்பாங்கிற ஒரு பேர் மூணாறில் ஒரு ரீச்சபிள் பேர். எப்படின்னா நமக்கு ஒரு யானை இருக்குது, எல்லாத்துக்கும் ஒரு ரீச்சான பேர். அந்த யானை இது வரைக்கும் யாரையும் தொந்தரவு பண்ணுறதில்ல. அதனால் அந்த ஒரு யானையை நாங்கள் ஒரு பெருமை இதாக வச்சுருக்கோம். இந்த படையப்பா சூப்பர் மார்க்கெட்டு எங்கள் மூணாறு மக்களோட ஆதரவு எங்களுக்கு தேவை இருக்குது. പുതിയ പേര് കണ്ടെത്തുന്നതിനുള്ള ചർച്ചകൾക്കിടെയാണ് പടയപ്പയുടെ പേര് നൽകാൻ 4 പേരും ഒറ്റക്കെട്ടായി തീരുമാനിച്ചത്. മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അനേകം വാഹനങ്ങൾക്ക് പടയപ്പ എന്ന പേരുണ്ടെങ്കിലും ഒരു സ്ഥാപനത്തിന് ഇതാദ്യമായാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ പങ്കാളികളായ 4 പേരും പടയപ്പയുടെ ആരാധകരാണ്. പടയപ്പയുടെ ചിത്രം ഉൾപ്പെടുത്തിയാണ് സ്ഥാപനത്തിന്റെ ബോർഡ് വച്ചിരിക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950.
കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 540 രൂപ, ഏലം കൂടിയ വില 1550, ഏലം ശരാശരി വില 1400, കാപ്പിപ്പരിപ്പ് 250, ഗ്രാമ്പു 960, കൊക്കോ 100, റബ്ബർ 143. സ്വർണം വെള്ളി വിപണി സ്വർണ്ണം ഗ്രാമിന് 5810 രൂപ, വെള്ളി 77. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ആദ്യ ഹൈ ഓൾട്ടിറ്റ്യൂഡ് അത്ലറ്റിക് സ്റ്റേഡിയം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു. നെടുങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തത് ജില്ലയിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കുള്ള ഏക സ്റ്റേഡിയം. കായിക വികസനത്തിനായി വൻ പദ്ധതികൾ ഒരുങ്ങുകയാണെന്ന് മന്ത്രി. ഇരട്ടയാറ്റിൽ ഡാം ക്യാച്ച്മെന്റ് ഏരിയയിൽ പഞ്ചായത്തിന്റെ കയ്യേറ്റം. പഞ്ചായത്ത് 3.5 ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചത് ഇരട്ടയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശം കയ്യേറി. അതേസമയം വർഷങ്ങളായി ഉണ്ടായിരുന്ന ടാറിംഗ് റോഡ് കോൺക്രീറ്റ് ചെയ്യുകയാണ് ഉണ്ടായതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. വിളവെടുപ്പ് സീസൺ ആരംഭിച്ചപ്പോൾ കുരുമുളക് വില ഗണ്യമായി ഇടിയുന്നു. ഒരാഴ്ചക്കിടയിൽ മാത്രം കിലോഗ്രാമിന് വില കുറഞ്ഞത് 35 രൂപയിലധികം. ഗുണമേന്മ കുറഞ്ഞ കുരുമുളക് കേരളത്തിലെ കുരുമുളകുമായി കൂട്ടിക്കലർത്തി വിപണിയിൽ എത്തിക്കുന്നതാണ് വിലയിടിവിന് കാരണമെന്ന് ആക്ഷേപം. സുഹൃത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം 2.5 മാസം വനത്തിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി പിടിയിൽ. കമ്പമട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് കരുണാപുരം സ്വദേശി ആടിമാക്കൽ സന്തോഷ് എന്ന ചക്രപാണി സന്തോഷിനെ. ഇയാൾ കഴിഞ്ഞിരുന്നത് വനത്തിലെ പാറയിടുക്കിൽ താമസിച്ച് വേട്ടയാടി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.